വലിയ വലിയ സംഗീത സംവിധായകരോടൊപ്പം ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയ ഒരു സന്തോഷകരമായ കാര്യം അവർ നമുക്ക് വരിയാണ് ഏറ്റവും വലുത്. സാഹിത്യം ഉണ്ടെങ്കിലേ സംഗീതത്തിന് അതിൻ്റെ രൂപത്തിന് പരിപൂർണത ഉണ്ടാവും എന്ന് ദക്ഷിണാമൂർത്തി സ്വാമി പറയാറുണ്ട്. സാഹിത്യം എന്ന് പറയുന്നതാണ് അതിൻ്റെ ശില്പഘടന. സംഗീതം ആത്മാവാണ്. ആത്മാവ് മാത്രം ഉണ്ടായിട്ട് ഒരാളെയും നമുക്ക് ഇഷ്ടപ്പെടാൻ ഒക്കില്ല. അപ്പോൾ ആ ആത്മാവിന് ഒരു ശരീരം ഉണ്ടാവണം. ആ ശരീരമാണ് നമ്മൾ കൂടുതൽ ആത്മാവിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പോൾ സംഗീതത്തിൻ്റെ അഴകാഴങ്ങളെ തിരിച്ചറിയാൻ സാഹിത്യത്തിന് മാത്രമേ സഹായിക്കാനാവൂ എന്ന് തിരിച്ചറിഞ്ഞ കുറേ മഹാപ്രതിഭകളുമായിട്ട് ഒരുപാട് പാട്ടുകളുടെ ഭാഗമാകാൻ ഒരുപക്ഷെ അവരുടെ തലമുറയിൽപ്പെട്ട ഒരാളല്ലാഞ്ഞിട്ട് പോലും അവരുടെ പേരക്കിടാവിൻ്റെ പ്രായമുള്ള ഒരാളായിട്ട് പോലും എന്നെ അടുത്തിരുത്തുകയും എന്നോട് വളരെ സൗഹൃദമായി പെരുമാറുകയും ഒക്കെ ചെയ്തു. അവരിൽ പലരും ഇപ്പോൾ നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പില്ല. ദക്ഷിണാമൂർത്തി സ്വാമിയാണെങ്കിലും MG രാജ സാറാണെങ്കിലും JVJ മാഷാണെങ്കിലും ഒക്കെ നമ്മളോടൊപ്പം ഇപ്പോൾ ഇല്ല. അപ്പോൾ എനിക്ക് അവരെയൊക്കെ ഓർക്കാൻ കഴിയുന്നത് ഈ വിദ്യയ്ക്ക് കവചമായി വിനയം ഉണ്ടാകണം, ഒരു കവിതാശകലമുണ്ട്. അവരുടെ പ്രൗഢ ഗംഭീരമായ പ്രതിഭയെ അവർ അതിൻ്റെ ഭാരത്തോടെയല്ല നമുക്ക് സമ്മാനിച്ചത് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ജീവിതത്തിലൊരു പാഠമാണ്. ഇത്രയേറെ അറിവുണ്ടാകും തോറും അഴക് വല്ലാത്ത ആഴമായി മാറുമ്പോൾ അതിന് ഇളക്കം ഉണ്ടാവില്ല. ആഴക്കടലിലേക്ക് പോകുമ്പോഴത്തേക്ക് തിരയുടെ ബഹളം ഉണ്ടാവില്ല. അതുപോലെയാണ് മഹാപ്രതിഭകൾ.